എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്വാതന്ത്ര്യദിന ക്വിസിനോടനുബന്ധിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചതാര്? ദാദാഭായി നവറോജി. സെർവൻസ് ഓഫ് ഗോഡ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. 1938 ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചതാര്? KM മുൻഷി. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് പ്രതികാരമായി സാൻഡേഴ്സിനെ വധിച്ചതാര്? ഭഗത് സിംഗ്. രാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉദ്ധം സിംഗ്. 18 വയസ്സും 8 മാസവും 8 ദിവസവും പ്രായമുള്ളപ്പോൾ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന വിപ്ലവകാരി ആര്? ഖുദിറാം ബോസ്. ബോംബെ ക്രോണിക്കിൾ ആരംഭിച്ചതാര്? ഫിറോസ് ഷാ മേത്ത. രാജാജി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട നേതാവ് ആര്? സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും അക്രമാസക്തമായത് ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഏത് സംഭവമാണ് സിവിൽ സർവീസ് ഉപേക്ഷിക്കാൻ സുഭാഷ് ചന്ദ്രബോസിനെ പ്രേരിതനാക്കിയത്? ജാലിയൻ വാലാബാഗ്. ഗുരുദേവ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കവി ആര്? രവീന്ദ്രനാഥ ടാഗോർ. എ നേഷൻ ഇൻ മേക്കിംഗ് ഇത് രചിച്ചതാര്? സുരേന്ദ്രനാഥ ബാനർജി. കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചതാര്? രാജാറാം മോഹൻ റോയ്. ബംഗാളിൽ വിധവ പുനർവിവാഹത്തിനു വേണ്ടി പരിശ്രമിച്ചതാര്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ്? ശ്രീരാമകൃഷ്ണ പരമഹംസർ. ലോകഹിതവാദി എന്നറിയപ്പെട്ടത് ആര്? ഗോപാൽ ഹരി ദേശ്മുഖ്. തമിഴ്നാട്ടിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? സി രാജഗോപാലാചാരി. ഇന്ത്യയിലെ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെട്ട നേതാവാര്? ദാദാഭായി നവറോജി. പഞ്ചാബിന്റെയും ബംഗാളിന്റെയും വിഭജനത്തിനായി നിയമിക്കപ്പെട്ട കമ്മീഷന്റെ തലവനായിരുന്നത് ആര്? സിറിൽ റാഡ്ക്ലിഫ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. മദ്രാസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 3ാം സമ്മേളനത്തിൽ എത്ര പ്രതിനിധികളാണ് പങ്കെടുത്തത്? 607 പേർ. ജാലിയൻ വാലാബ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ പേരെന്ത്? ഹണ്ടർ കമ്മിറ്റി. INA-യുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസിനൊപ്പം സായുധ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്ത വനിതയാര്? ക്യാപ്റ്റൻ ലക്ഷ്മി. സി രാജഗോപാലാചാരി 1925 ഗാന്ധിയൻ ആശ്രമം സ്ഥാപിച്ചത് എവിടെ? തിരുച്ചെങ്ങോട്. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നത് ആര്? MD ദേശായി. ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത്. 1919 ഏപ്രിൽ 13 പ്രാധാന്യം എന്ത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ച തീയതി എന്ന്? 1930 മാർച്ച് 12. ഇന്ത്യയുടെ ദേശീയ അധ്യാപകനായും ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമിയായും കരുതപ്പെടുന്ന നേതാവ് ആര്? ആചാര്യ വിനോബ ഭാവെ. തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെയാണ്? ആഗാഖാൻ കൊട്ടാരത്തിൽ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിക്കുന്നതിന്
വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചത് ആര്? സർ സി ശങ്കരൻ നായർ. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്ന്? 1905 ഒക്ടോബർ 16. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചതാര്? സർ സയ്യദ് അഹമ്മദ് ഖാൻ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ റെജിമെന്റിന്റെ തലപ്പത്ത് പ്രവർത്തിച്ചത് ആര്? ലക്ഷ്മി സൈഗാൾ. ദക്ഷിണ ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെട്ടത് ആര്? ജി സുബ്രഹ്മണ്യ അയ്യർ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട തീയതി എന്ന്? 1906 ഡിസംബർ 30. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ എന്നു മുതലാണ് വൈസ്രോയിയായി അറിയപ്പെടാൻ തുടങ്ങിയത്? 1858 ഓഗസ്റ്റ് 2 മുതൽ. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപം കൊണ്ട വർഷം എന്ന്? 1936. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്ര? 72. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയ തീയതി എന്ന്? 1931 മാർച്ച് 23. ഗദ്ദർ പാർട്ടിയുടെ ആസ്ഥാനമായിരുന്നത് എവിടെ? സാൻ ഫ്രാൻസിസ്കോ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചതാര്? റാഷ് ബിഹാരി ബോസ്. ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായ കണക്കുകൂട്ടലുകൾ നടത്തിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്? ദാദാഭായി നവറോജി. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സംയുക്ത സമ്മേളനം നടന്ന സ്ഥലം എവിടെ? ലക്നൗ. 1857 കലാപശേഷം നേപ്പാളിലേക്ക് കടന്നതാര്? നാനാ സാഹിബ്. 1940 മാർച്ച് 13 ഉദ്ധം സിംഗ് ആരെയാണ് വധിച്ചത്? മൈക്കിൾ ഓഡയർ. സർ സയ്യദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏത്? അലിഗഡ് പ്രസ്ഥാനം. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏത്? ഫോർവേഡ് ബ്ലോക്ക്. ഗാന്ധിജിയെ കൂടാതെ 1948 അന്തരിച്ച നേതാവ് ആര്? M.A. ജിന്ന. ഏതു വർഷമാണ് ബാലഗംഗാധര തിലകനെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ബർമയിലേക്ക് നാടുകടത്തിയത്? 1908. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഇതിനുത്തരം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ.